വെൽക്കം ബാക്ക് ടു ആദീസ് ഗാലക്സി. ഞാൻ രഞ്ജിനി. ഇന്നൊരു പുതിയൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബോട്ടിൽ പെയിൻറ്റിങ്ങിലും ഞാൻ വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇതിനു വേണ്ടി ബ്ലാക്ക് കളർ ബേസ് കോട്ട് കൊടുത്തൊരു ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് റെഡ് കളർ, പിന്നെ വൈറ്റ് കളർ. ഞാൻ ഫെവിക്രിലിൻ്റെ പ്രൊഡക്റ്റാട്ടോ യൂസ് ചെയ്യാറ്. ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഈ ഫ്ലാറ്റ് ബ്രഷ് ആട്ടോ. ഇതിൽ നമ്മൾ ഫസ്റ്റ് പെയിൻറ്റ് ഇതുപോലെ ലോഡ് ചെയ്യണം. രണ്ട് സൈഡിലും ഓരോ കളേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ബ്രഷിൽ പെയിൻറ്റ് ലോഡ് ചെയ്യണം. അതൊരു കുറച്ച് 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ നന്നായിട്ട് ലോഡ് ചെയ്യണം, എന്നാലേ ബ്രഷിൽ നന്നായിട്ട് പെയിൻറ്റ് പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ബോട്ടിലിൽ വരയ്ക്കുന്നതിന് മുമ്പ് ഒരു പേപ്പറിലൊന്ന് വരച്ച് നോക്കാം. ഓരോ പെറ്റൽസും ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കാം. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് വരയ്ക്കാൻ കഴിയില്ല. ഒരുപാട് വരച്ച് ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ ഇതിലെ പെറ്റൽസൊക്കെ ശരിയാവുള്ളൂ. അതിൻ്റെ ഈ ബ്രഷിൻ്റെ മൂവ്മെൻറ്റ് തന്നെ ഒരു ഡിഫറെൻ്റാണ്. ഓരോ പെറ്റൽസും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ഈ ഫ്ലവറാണ് നമ്മൾ ബോട്ടിലേക്ക് വരച്ചെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ബോട്ടിലിൽ ഈ പെയിൻറ്റിങ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ വൈറ്റ് കളർ വെച്ചിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബ്രഷിൽ പെയിൻറ്റ് ലോഡ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ പെറ്റൽസും നമുക്ക് ചെയ്തെടുക്കാം. ഒരു പെറ്റൽ വരച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കൂടെ വീണ്ടും ഒന്നും കൂടെ ചെയ്യണം, എന്നാലേ കളറ് നന്നായിട്ട് നിൽക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് ഓരോ പെറ്റലിലും വരച്ചെടുക്കാം. നമ്മൾ ഓരോ പെറ്റൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ബ്രഷിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രഷിൻ്റെ ടിപ്പ് മാത്രമേ ബോട്ടിൽ തട്ടുന്നുള്ളൂ. അതുപോലെ എൻഡ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ. അല്ലാത്ത ആ ഏരിയയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുക്കണം. നമ്മളിത് ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ ഈ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ ഇപ്പോൾ ഒരു ഫ്ലവർ ചെയ്തതിന് ശേഷം വീണ്ടും ബ്രഷിൽ പെയിൻറ്റ് ലോഡ് ചെയ്തിട്ട് വീണ്ടും അതിന് മുകളിൽ കൂടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കളറ് നിൽക്കും. ഇപ്പോൾ ഒരു ഫ്ലവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യാം. അതിന് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബ്രഷ് പെയിൻറ്റ് ലോഡ് ചെയ്തിട്ട് ഇതുപോലെ സ്ലോലി ഓരോ പെറ്റൽസും നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ 2-3 പ്രാവശ്യം അതിൻ്റെ മേലെ കൂടെ കോട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കളറായിട്ട് നമുക്ക് കിട്ടും.
ഇപ്പം നമ്മൾ 2 ഫ്ലവറും ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഫ്ലവറും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിരിയാറായൊരു പൂവ് വരച്ചെടുക്കാം. അതിന് ഇതുപോലെ 2 പെറ്റൽ, ഇപ്പം നമ്മൾ ഈ ഫ്ലവറിൻ്റെ വരച്ച പോലെ തന്നെ 2 പെറ്റൽ ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് വീണ്ടും ഒരു 2 പെറ്റലും കൂടെ നമുക്ക് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്രീന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വിരിയാനായ പൂവിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റെമ്മ് വരച്ചെടുക്കാം. അതിന് ഈ സെയിം ഗ്രീൻ തന്നെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റെമ്മ് ഫ്ലവേഴ്സിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റെമ്മ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫ്ലവർ ചെയ്തില്ലായിരുന്നോ, ഫ്ലാറ്റ് ബ്രഷിൽ 2 കളർ യൂസ് ചെയ്തിട്ട് അതുപോലെ ഗ്രീനും യെല്ലോയും വെച്ചിട്ട് ഇതുപോലെ സ്റ്റെമ്മ് വരച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒരു കളർ വെച്ചിട്ട് തന്നെയാണ് ഫസ്റ്റ് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ചെറുതായിട്ടൊന്ന് യെല്ലോ കൊടുത്തിട്ടുണ്ട്. ഇനി പൂവിൻ്റെ മേലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡും വൈറ്റും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ മുട്ടുകൾ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. നമ്മൾക്ക് ഇപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ മുട്ടുകൾ പോലെ നമ്മൾ വരച്ചെടുത്തല്ലോ. ഇനി അതിൻ്റെ താഴെയായിട്ട് നമ്മൾ പൂവിൻ്റെ പാതി വിരിഞ്ഞ പൂവിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ചെയ്തില്ലേ, ഇതുപോലെ ചെറിയതായിട്ട് ഗ്രീൻ കൊടുത്തില്ലേ, അതുപോലെ ഇതിനെല്ലാം ചെറുതായിട്ടൊന്ന് ഗ്രീൻ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം.
നമ്മൾ ഗ്രീൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ സൈഡിലൂടെയൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ആ ഒരു പിക്ചർ തന്നെ നല്ലൊരു ഭംഗി കിട്ടും. ഇനി നമുക്ക് ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലീഫ് വരച്ചെടുക്കാം. ഇതുപോലെ യെല്ലോയും ഗ്രീനും രണ്ട് സൈഡിലും എടുത്തിട്ട് അതിന് സ്ലോലി ആയിട്ട് ഇതുപോലെ ലീഫ് നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തെങ്കിലേ ഇതൊക്കെ റെഡിയായി കിട്ടുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ലൈൻ ഇട്ട് അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇതുപോലെ അങ്ങനെ ഡോട്ടുകൾ അങ്ങനെ ഇട്ട് കൊടുക്കാം. വൈറ്റും റെഡും കൂടെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. ടോട്ടലി നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം. അത് എല്ലാത്തിനും ആ 3 ഫ്ലവേഴ്സിനും സെൻറ്ററിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഈ ലീഫിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.